ഹലോ എവരിവൺ, IVF ജേണിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് എംബ്രിയോ ട്രാൻസ്ഫർ എല്ലാം കഴിഞ്ഞ് ഉണ്ടാകുന്ന പോസിറ്റീവ് സിംറ്റംസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ പല ആൾക്കാരും എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ട് റിസൾട്ടിൻ്റെ അറിയാണ്ട് ഇങ്ങനെ 2 ആഴ്ചത്തെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലാണ്. നമുക്കത് മാനേജ് ചെയ്യാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് സിംറ്റംസ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ചിലപ്പോൾ ഈ സിംറ്റംസ് ഒക്കെ ഒരു ശ്രദ്ധിച്ച് കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഹോപ്പും കിട്ടും. അപ്പോൾ ഒരു പ്രതീക്ഷ, നമുക്ക് മനസ്സിനൊക്കെ ഒരു ധൈര്യം വരും. ആ സ്ട്രെസ് ഹോർമോണൊക്കെ ഒന്ന് റിലീവ് ആവും കേട്ടോ. അപ്പോൾ ആ സിംറ്റംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ വീഡിയോസ് എല്ലാം ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പം നേരിട്ട് വീഡിയോയിലേക്ക് എടുക്കാം. ഇപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ എല്ലാം കഴിഞ്ഞിട്ടിരിക്കുന്ന ആൾക്കാരിൽ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കുന്ന സിംറ്റം ആയിരിക്കും സ്പോട്ടിങ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുക. അപ്പോൾ ആദ്യമേ പറഞ്ഞു തന്നിട്ട് ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് കണ്ടിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക. പക്ഷേ നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ അത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ ഇൻഫോം ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഈ സസ്റ്റൻ ടാബ്ലറ്റ്, വജിന ടാബ്ലറ്റ് വെക്കുമ്പോൾ അത് ഡിസ്ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടും ചെറിയ ഒരു ബ്രൗൺ ഡിസ്ചാർജ് കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രൗൺ ഡിസ്ചാർജ് കണ്ടു എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക. ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്ന് പറഞ്ഞ മെഡിസിൻസ് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. അത് ഡോക്ടർ പറയുന്നവരെ കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. അപ്പോൾ അതാണ് എനിക്ക് തരാനുള്ള ഒന്നാമത്തെ ഒരു അഡ്വൈസ് എന്ന് പറയുന്നത്. പിന്നെ അത് സിംറ്റം എന്ന് പറയുമ്പോൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡിങ് ആണ്. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അബ്ഡോമിനൽ ക്രാംസ് ഉണ്ടാവും. എനിക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ കാലിലൊക്കെ വേദനയൊക്കെ ഉണ്ടാവും. എനിക്ക് നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റിലും സെക്കൻഡിലും ഒക്കെ പോസിറ്റീവ് ആയ ശേഷം എനിക്ക് നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രൊജസ്ട്രോണിൻ്റെ ടാബ്ലറ്റ് ഇഞ്ചക്ഷനൊക്കെ എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് കൊണ്ടും ഈ സിംറ്റംസ് ഒക്കെ ഉണ്ടാകാം കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ ഓർപ്പെടുത്താണ് കേട്ടോ. അപ്പോൾ രണ്ടാമത്തേന്ന് പറയുമ്പോൾ കാലുവേദന, പിന്നെ വയറുവേദന, കാലുവേദന, വയറുവേദന, പിന്നെ ബാക്ക് പെയിനും ഉണ്ടാകാറുണ്ട്. അപ്പോൾ മൂന്ന് പ്രധാനപ്പെട്ട സിംറ്റംസ് ഇതൊക്കെയാണ്. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് വോമിറ്റിംഗ് ഉണ്ടാകും. വോമിറ്റിംഗ് അത്ര സ്റ്റാർട്ടിങ് ഉണ്ടാവില്ല, കാരണം പ്രഗ്നൻസിയൊക്കെ കൺഫേം ചെയ്തതിന് ശേഷമാണ് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഏർലി സ്റ്റേജസിൽ വോമിറ്റിംഗ് കുറച്ച് പേർക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അങ്ങനെ കൺഫേം ചെയ്തൊരു 5th വീക്ക് 6th വീക്കൊക്കെ ആകുമ്പോഴത്തേക്കും വോമിറ്റിംഗ് ഉണ്ടാവാം. പിന്നെയെന്ന് പറഞ്ഞാൽ നോസിയ, ഫുഡ്, അതായത് ഒന്നും കഴിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെയൊക്കെ, ഒരു ഫുഡിനോടൊന്നും ഇഷ്ടം തോന്നാതിരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. പിന്നെ ഗ്യാസ് നിറഞ്ഞിട്ട് ഭയങ്കരമായ അസിഡിറ്റി. അപ്പോൾ നിങ്ങളിതൊന്നും ഈ സിംറ്റംസ് ഒക്കെ കണ്ടിട്ട് ടെൻഷൻ അടിക്കാതിരിക്കുക. ഇതൊക്കെ നോർമലാണ്. എനിക്ക് ഉണ്ടായിരുന്നു, നല്ല ഗ്യാസ് ഉണ്ടായിരുന്നു. പിന്നെ ബ്ലോട്ടിങ്, വയറ് വന്ന് വീർക്കുക. അപ്പോൾ വയറ് വന്ന് വീർത്തിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ വളരെ മെലിഞ്ഞിട്ടാണ്, എങ്കിലും വയറ് എനിക്ക് നന്നായിട്ട് വീർത്ത പോലെ തോന്നുമായിരുന്നു. നടക്കാൻ പോലും പറ്റാത്ത ഒരു ഭയങ്കരമായ ഗ്യാസൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്ലോട്ടിങ് മെയിനായിട്ട് വരുന്നതാണ്. അസിഡിറ്റി ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരാണ്. പിന്നെ ചില ആൾക്കാർക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം. അതൊക്കെ പ്രഗ്നൻസി സിംറ്റമാണ്. പിന്നെ അത് ഈ മെഡിസിൻ കഴിക്കുന്നതുകൊണ്ടും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് നമ്മൾ ഡോക്ടേഴ്സ് പ്രത്യേകം അഡ്വൈസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ 12 ആഴ്ചത്തുള്ള വെയിറ്റിംഗ് പീരീഡിൻ്റെ ടൈമിൽ നമ്മളത് സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാതിരിക്കുക. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഈ പ്രൊജസ്ട്രോൺ കഴിക്കുമ്പോൾ ഈ ദഹനത്തിന് മൊത്തത്തിലൊന്ന് സ്ലോ ഡൗൺ ചെയ്യും. അപ്പോൾ പിന്നെ പ്രഗ്നൻ്റ് ആയാലും നമ്മുടെ ശരീരത്തിൽ കൂടുന്ന ഹോർമോൺ എന്ന് പറഞ്ഞാൽ പ്രൊജസ്ട്രോൺ ഹോർമോണും പിന്നെ HCGയുടെ അളവാണ്. അപ്പോൾ നമ്മുടെ മൊത്തത്തിലൊന്ന് സ്ലോ ഡൗൺ ചെയ്യുമ്പം നമ്മൾ ഹെവി ആയിട്ടുള്ള മീൽസ് അല്ലെങ്കിൽ ഹെവി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഡൈജഷന് വേണ്ടിയിട്ട് പ്രോബ്ലം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫുഡ് എടുക്കുമ്പോഴത്തേക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അധികം സ്പൈസി ആയിട്ടുള്ള ഫുഡ്, എരിവും പുളിയും ചേർത്ത ഫുഡ്, പിന്നെ പുറമേ നിന്നുള്ള ഫുഡ് ഒന്നും കഴിക്കാതിരിക്കുക. പിന്നെ IVF കഴിഞ്ഞ ആൾക്കാർ പ്രധാനമായിട്ടും ഹോംലി ഫുഡ് തന്നെ പ്രിഫർ ചെയ്യാം. കാരണം നമ്മൾ നാച്ചുറലായിട്ട് അധികം ദോഷവശങ്ങളൊന്നും ഇല്ലാത്ത, കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹോംലി ഫുഡാണ്. പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആൾക്കാർക്ക് ഫുഡ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുകൊണ്ട് ചിലപ്പോൾ ഇംപ്ലാന്റേഷൻ തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ IVF കഴിഞ്ഞിരിക്കുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത സിംറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്രീക്വൻറ്റ് യൂറിനേഷനാണ്. അപ്പോൾ നമ്മുടെ എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ യൂട്രസ് ബ്ലാഡറിന് മേളിൽ ഒരു പ്രഷർ കൊടുക്കും. അപ്പോൾ ബ്ലാഡർ ഇങ്ങനെ അമിങ്ങിയിട്ട് നമുക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടാകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്.
അപ്പോൾ ഇതെല്ലാം കണ്ടോന്ന് വെച്ചിട്ട് പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ കൺഫേം ആയിട്ട് പറയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഈ പ്രഗ്നൻസിയിലുള്ള ഹോർമോണൊക്കെയാണ് നമുക്ക് തരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു എഫക്റ്റ് ആയിട്ട് നമുക്ക് ഈ സിംറ്റംസ് ഒക്കെ തന്നെ കാണാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. ഈ സിംറ്റംസ് ഒക്കെ കണ്ട് ടെൻഷൻ അടിച്ചിട്ട് ഞാൻ പ്രഗ്നൻ്റ് അല്ല, പീരീഡ് ആവാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മെഡിസിൻ നിർത്താൻ പോകുന്ന ആൾക്കാരോടാണ് ഞാനീ പറയുന്നത്. നിങ്ങൾ മെഡിസിൻ ഒന്നും സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക, നിങ്ങൾ പ്രഗ്നൻ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഫ്രീക്വൻറ്റ് യൂറിനേഷൻ എന്ന് പറയുമ്പോൾ ചില സമയത്ത് യൂറിനറി ഇൻഫെക്ഷൻ കൊണ്ടും ഉണ്ടാകാം. അപ്പോൾ യൂറിൻ പാസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പെയിനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, യൂറിനേഷനും കൂടി ഉണ്ടെങ്കിൽ ഡോക്ടറായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യാം. കാരണം നമ്മൾ ഈ സമയത്ത് യൂറിനറി ഇൻഫെക്ഷൻ വരുന്നത് അത്ര നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് ഡോക്ടറായിട്ടൊന്ന് കൺസൾട്ട് ചെയ്യാം കേട്ടോ. പിന്നെ വജൈന ഡിസ്ചാർജ്, നല്ല രീതിയിലുള്ള വജൈന ഡിസ്ചാർജ് ഉണ്ടാവും. പിന്നെ ഒന്നാമത്തെ കാര്യം ഞാൻ ഇതിനോട് കൂട്ടിച്ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊക്കെ ഉണ്ടായിരുന്നു IVF എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞപ്പോഴത്തേക്കും വജൈനൽ ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡിസ്ചാർജ് ഉണ്ടാവും. അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ ഡിസ്ചാർജിൽ ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ഇതൊക്കെ ആണെങ്കിലും ചില ആൾക്കാർക്ക് ഒരു സിംറ്റംസും ഉണ്ടാവത്തില്ല. ഇപ്പോൾ എൻ്റെ കൂടെ IVF ചെയ്ത ഒരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എന്നെ ചോദിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു സിംറ്റം ഇല്ല. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ പോസിറ്റീവ് ആണ്, ടീൻസ് ആയിരുന്നു. ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ പോയപ്പോൾ കണ്ട കുട്ടിയാണ്. അപ്പോൾ ഡെലിവറി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ഒരു സിംറ്റം ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും പ്രഗ്നൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെയാണ്, ഓരോരുത്തരുടെ ബോഡി ഓരോ തരത്തിലാണ് ഈ മെഡിസിൻസിനോടും നമ്മുടെ ഹോർമോണിനോട് റിയാക്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെ ബോഡി ഒരുപോലെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സിംറ്റം ഒന്നും ഇല്ലയെന്ന് പറഞ്ഞ് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്രതീക്ഷ കൈവിടാതിരിക്കുക. റിസൾട്ട് വരുന്ന ദിവസം വരെ നിങ്ങൾ പ്രഗ്നൻ്റ് ആണെന്ന് തന്നെ സങ്കല്പിച്ചിട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു സ്ട്രെസ് ഹോർമോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് പോയിട്ട് റിലീവ് ആകാനും, ഈ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ടെൻഷൻ ഇല്ലാതെ നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇരിക്കുക. നിങ്ങൾക്ക് എന്തിലാണ് സന്തോഷം, പാട്ട് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് എൻഗേജ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ഇതിനെപ്പറ്റി തന്നെ ഓർത്ത് ടെൻഷൻ അടിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ റിസൾട്ട് അതുകൊണ്ട് തന്നെ നെഗറ്റീവായി പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. നമ്മൾ മാക്സിമം സന്തോഷമായിട്ടിരിക്കുക. പോസിറ്റീവ് റിസൾട്ട് കിട്ടട്ടെ എന്ന് ഇങ്ങനെ കിട്ടും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതുവരെ എങ്ങനെ കാത്തിരിക്കുക. പിന്നെ ഇനി പ്രധാനപ്പെട്ട വേറെ കാര്യം കൂടി ചെയ്യാനുള്ള, ചില ആൾക്കാർക്ക് ഇനി ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ദിവസം ബീറ്റ വാല്യൂ ഇച്ചിരി കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ പ്രഗ്നൻ്റ് അല്ലെന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കാണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ മെഡിസിൻസ് ഡോക്ടർ പറഞ്ഞ പോലെ കണ്ടിന്യൂ ചെയ്യുക. ചിലപ്പോൾ 48 hours കഴിഞ്ഞ് റീടെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ വാല്യൂ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആകാനുള്ളൊരു ചാൻസും കൂടി കാണുന്നുണ്ട്. അപ്പോൾ അന്നേരവും നെഗറ്റീവ് വാല്യൂ കുറവാണെന്ന് പറഞ്ഞ് നിങ്ങൾ ചില ആൾക്കാർ ട്രീറ്റ്മെൻറ്റ് ഉപേക്ഷിച്ചിട്ട് പോകും. അപ്പോൾ അത് നിർത്താതിരിക്കുക. പിന്നെയും ചെക്ക് ചെയ്തിട്ടും വാല്യൂ കുറവാണെങ്കിൽ ചിലപ്പോൾ പിന്നെ ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ വാല്യൂ കൂടിയിട്ടുണ്ടാവും. ഞാൻ ഉദ്ദേശിക്കുന്നത് ബീറ്റ വാല്യൂ നോർമൽ വാല്യൂവിനെക്കാട്ട് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിലാണ്. ഇപ്പോൾ 1 കിടക്കുന്നതെങ്കിൽ പ്രഗ്നൻ്റ് ആവുന്നുള്ള ചാൻസസ് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പ്രതീക്ഷ കൈവിടാതിരിക്കുക. ഇപ്പോൾ എംബ്രിയോ ട്രാൻസ്ഫർ കഴിഞ്ഞിട്ടിരിക്കുന്ന എല്ലാവർക്കും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടിയിട്ട് എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.